أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد പ്രിയമുള്ള മഹല്ല് നിവാസികളെ, ബഹുമാന്യായ വേദിയിലെ വിശിഷ്ട അതിഥികളെ, പ്രത്യേകിച്ച് സ്വാഗതം പറഞ്ഞ ഇസ്മായിൽ, അധ്യക്ഷൻ ജബ്ബാർ സാഹിബ്, നമ്മുടെ പള്ളി ഖത്തീബ് തങ്ങൾ, ഇതുപോലുള്ള വേദിയിൽ ഇവിടെ സന്നിധരായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട രണ്ട് മാമന്മാരും കൂടി വേദിയിലുണ്ട്. അവർക്ക് കൂടി ഞാൻ ആശംസകളും എൻ്റെ സന്തോഷവും പങ്കുവെക്കുകയാണ്. വാസ്തവത്തിൽ ഈ പള്ളിയുടെ പരിസരത്ത് ഞാൻ വന്നപ്പോൾ പള്ളിയുമായ ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തി. പണ്ട് ഉമർ മുസ്ലിയാര് ഞങ്ങളെ മദ്രസാ പഠനം നടത്തിയിരുന്ന കാലഘട്ടം എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ഇടയ്ക്കിടയ്ക്ക് പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഹാജർത്ത, ഞങ്ങൾ പഠിക്കുമ്പോഴൊന്നുമില്ല, നമ്മളെ വലിയ സീനിയറാണ്. ഇന്ന് ഞാൻ രാവിലെ ഇത്തയെ കണ്ടു. ഒരുപാട് ഓർമ്മകൾ ഞങ്ങൾ പുതുക്കി. വാസ്തവത്തിൽ എൻ്റെ വാപ്പ എന്നെ ഉസ്താദാക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. എൻ്റെ 10ാം ക്ലാസ് പഠനം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വെള്ളാങ്കല്ലിൽ ഒരു മഹലിൽ എന്നെ ചേർത്തി. ഇനി കോളേജ് പഠനമൊന്നും വേണ്ട, മഹലിൽ പഠനം. പാപ്പ അത്ര വിട്ടുവീഴ്ചയില്ലാത്ത ഒരു വിശ്വാസിയായിരുന്നു. അള്ളാഹുവിലും നബിയിലും അതുപോലെ തന്നെ എല്ലാ മനുഷ്യരിലും വളരെയധികം സ്നേഹത്തോടും സത്യസന്ധമായും പെരുമാറിയിരുന്ന, ഇവിടെ പഴയ പല ആളുകൾക്കും അറിയാം, എന്നോട് ഇപ്പോഴും നമ്മുടെ മുഹമ്മദ് ഖാൻ പോലുള്ള ആളുകളൊക്കെ പറയാനുണ്ട്. ഏറ്റവും ആദ്യം പള്ളിയിലെത്തിയിരുന്നത് എൻ്റെ വാപ്പയാണ്. ശരിയല്ലേ? ഏറ്റവും ആദ്യം പള്ളിയിലെത്തിയിരുന്നത് എൻ്റെ വാപ്പയാണ്. അതായത് സഫിന്റെ ഏറ്റവും ഇടതു ഭാഗത്ത് അദ്ദേഹം ഉണ്ടാകും. അങ്ങനെ ആ വാപ്പയുടെ അന്ന് വാപ്പ ഈ ഇസ്ലാം ദീൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് ആയത്തുകളും ഹദീസുകളും അദ്ദേഹത്തിന്റെ അറിവിൽപ്പെട്ട പല കാര്യങ്ങളും അദ്ദേഹം എനിക്ക് പറഞ്ഞു തരികയായിരുന്നു. പക്ഷെ എനിക്കതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ത്രാണിയോ ശേഷിയോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പല ആയത്തുകളും ബിസ്മില്ലാഹി എന്ന വെള്ളാങ്കല്ലൂർ പഠിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് അത് നടന്നാണ് പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കിലെ കെട്ടുകളെ കുറിച്ചല്ലേ, അതിനുള്ള കുറെ കെട്ടുകളുണ്ട്. ഇതിന്റെ അർത്ഥമാണ് വിശദീകരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായില്ല. ഉമർ മുസ്ലിയാരെ സംബന്ധിച്ച് നമുക്കറിയാവുന്നതാണ്, അദ്ദേഹത്തിന്റെ വലിയ കർശനമായ ശിക്ഷണം. ആ ശിക്ഷണത്തില് പേടിയാണ്. ഉസ്താദിന് വലിയ പേടിയായിരുന്നു, എനിക്ക് വലിയ പേടിയായിരുന്നു. അടുത്ത് കിടക്കുമ്പോ ഞാൻ ഒരു വിറയലോടുകൂടിയാണ് ഉസ്താദിന്റെ അടുത്തേക്ക് പോകുന്നത്. കാരണം എന്താണ് എപ്പോഴാണ് ചോദിക്കാൻ പറ്റുന്നത്. അതിന് ഞങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടിയിരുന്നത്, ഒഴിവ് കിട്ടിയിരുന്നത്, ഉസ്താദ് എപ്പോഴും സീരിയസ് തന്നെയാണ്. ഒഴിവ് കിട്ടിയിരുന്നത് ഉസ്താദ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകും, 10 മണിക്ക് കഞ്ഞി കുടിക്കാൻ പോകും, ഉച്ചയ്ക്ക് ചോറുണ്ണാൻ പോകും. ഈ വൈകുന്നേരം ഇങ്ങനെയുള്ള ഈ സന്ദർഭങ്ങളിൽ മദ്രസകളിൽ കുറുമ്പും ബഹളം ഉണ്ടാക്കിയിരുന്ന, വളരെ രസകരമായ അനുഭവങ്ങൾ ഉണ്ടാക്കിയിരുന്ന കുറെ ആളുകളുണ്ട്. അഷ്റഫിനൊക്കെ അത് ഓർമ്മയുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. വേറെ ഞാൻ ആരെയും അങ്ങനെ നോക്കിയിട്ട്, പിന്നെ നമ്മുടെ ജബ്ബാർ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അത്ര കുറുമ്പന്മാരൊന്നുമല്ല, അത്യാവശ്യം ഒരു വളരെ സൈലന്റ് ആയിട്ടുള്ള കുട്ടികളായിരുന്നു. ഉസ്താദൊക്കെ പറയുന്നത് നല്ല പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന്റെ അർത്ഥങ്ങള്, ഇതിന്റെ വ്യാഖ്യാനങ്ങള് എനിക്ക് പലപ്പോഴും മനസ്സിലായില്ല എന്നുള്ളതാണ്. പിന്നീട് എൻ്റെ ഗവേഷണ പഠനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഭൗതിക ശാസ്ത്രം, അതുപോലെ തന്നെ ജന്തുശാസ്ത്രം, ജീവശാസ്ത്രം, ഈ പ്രപഞ്ചശാസ്ത്രം, ഇതൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് വാസ്തവത്തിൽ എനിക്ക് ഖുർആന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി തരുന്നത്. അതിനെന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച എൻ്റെ പ്രിയപ്പെട്ട മുഹമ്മദ് മാമ. വളരെ ചെറുപ്പത്തിലെ തന്നെ ഞങ്ങള് വലിയ സംവാദങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നടന്നിരുന്നുണ്ട്. വലിയ സംവാദങ്ങൾ. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ വായനയുടെ ലോകത്തിലേക്കും വിജ്ഞാനത്തിന്റെ ലോകത്തിലേക്കും സംസ്കാരത്തിന്റെ ലോകത്തിലേക്കൊക്കെ നയിക്കുന്നതിന് വലിയ സ്വാധീനം. ഇവിടെ ഇരിക്കുന്ന ട്രഷറർ കൂടിയായ മാഷ് അദ്ദേഹം എന്നെ ഒരു അധ്യാപികനാക്കിയതിൽ
ഏറ്റവും വലിയ പങ്ക്. അല്ലെങ്കിൽ ഞാൻ ഇന്ന് അധ്യാപകനാകില്ല, വേറെ ഏതെങ്കിലും ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നതാണ്. എന്നെ ഒരു അധ്യാപകനാക്കിയാൽ അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. ആ സ്ഥാപനത്തിൽ എന്നെ ഒരു അധ്യാപകനാക്കി ചേർത്തു. വലിയ ആഗ്രഹമായിരുന്നു അധ്യാപകനാകുക എന്നുള്ളത്. പക്ഷെ പെട്ടെന്ന് തന്നെ എടുക്കൂല. ഞാൻ വളരെ ചെറിയ കുട്ടിയാണ്. അവിടെ ചെന്നിട്ട് എന്ത് കാണിക്കാനാണ്? അവിടെ ഒരു ഭാഷ എടുത്ത് പഠിക്കാൻ പറഞ്ഞവരൊക്കെ എന്റെ കൂട്ടുകാരാണ്. പിന്നെ ഞാൻ അവരെ എന്ത് പഠിപ്പിക്കാനാണ്? അപ്പൊ അങ്ങനെയൊക്കെ വളർന്ന സാഹചര്യങ്ങൾ ഞാനിവിടെ അയവിറക്കുകയാണ്, ഓർക്കുകയാണ്. നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസം നമ്മുടെ ആധ്യാത്മിക വിദ്യാഭ്യാസവുമായി എങ്ങനെ ബന്ധപ്പെടുത്തി കൊണ്ടുപോകുക. പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ട കാര്യങ്ങൾ എന്റെ മാമ എനിക്ക് ഓതി പറഞ്ഞു കേൾപ്പിച്ച ഒരു വരിയാണ്. അതെനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായില്ല. പക്ഷെ ഞാൻ ഫിസിക്സിന്റെ ക്വാണ്ടം ഭൗതികത്തിന്റെ അത്ഭുതകരമായ ചില വശങ്ങളിൽ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കളും ഇതാ അതിന്റെ മാർഗരയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു പറയാണ്, സൂര്യൻ മാത്രമല്ല, പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും അള്ളാഹുവിന്റെ നിയമങ്ങളെ കൃത്യതയോടുകൂടി പാലിക്കുകയാണ്. യാതൊരു അണുമണിത്തൂക്കം വ്യത്യാസമില്ലാതെ അള്ളാഹുവിന്റെ നിയമത്തെ കൃത്യമായി പാലിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിനു മുമ്പില് ആയത്തൊന്നും ഞാനിവിടെ ഓതുന്നില്ല. ഞാൻ വലിയ ഖുർആൻ പണ്ഡിതനൊന്നുമല്ല. നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദന്മാരൊക്കെ നിങ്ങൾക്ക് അതിന്റെ ക്ലാസ്സുകളൊക്കെ വളരെ നല്ല രീതിയിൽ എടുത്തു തരുന്നത് കൊണ്ട് ആയത്തുകളൊന്നും ഞാൻ ആ രീതിയിൽ അങ്ങനെ തഫ്സീറൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അങ്ങനെ അല്പം അതിന്റെ വാസന കൊണ്ട് മാത്രം ഞാൻ പഠിച്ചു പോയതാണ്. ഖുർആൻ പഠിച്ചു വന്നപ്പോൾ ഞാൻ കണ്ട ഏറ്റവും വലിയ ഒരു പുണ്യം എന്ന് പറയുന്നത്, ഏറ്റവും വലിയൊരു നന്മ എന്ന് പറയുന്നത്, ഇന്ത്യയിലെ പല ഈ സംഗീത ഗവേഷകന്മാർ, ശാസ്ത്രജ്ഞന്മാർ അതിന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ പിന്നീട് പറയാം. സംഗീത ഗവേഷകന്മാര് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ പല സംഗീത ഗവേഷകന്മാര് അതിന്റെ കൃത്യമായ തഫ്സീറിൽ ഓതി കേൾക്കുമ്പോൾ മനസ്സിന് കമ്പനമുണ്ടാകുന്നു, ശാന്തതയുണ്ടാകുന്നു, മനസ്സിൽ സന്തോഷമുണ്ടാകുന്നു. ഇതാണ് ഖുർആന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബാങ്ക് തന്നെ അതിന്റെ കൃത്യമായ ആ അളവിലും അതിന്റെ കൃത്യമായ തജ്വീദിലും നമ്മൾ ഇവിടെ ഓതുകയാണ്. ബാങ്ക് വിളിക്കുകയാണെങ്കിൽ ഒരാൾക്കും വീട്ടിലിരിക്കാൻ കഴിയില്ല. അതാണ് അതിന്റെ വൈബ്രേഷൻ. അതുണ്ടാക്കുന്ന കമ്പനമാണ്. നിർഭാഗ്യവശാൽ പല ആളുകളും അതിന്റെ ആ അർത്ഥത്തിലും തലത്തിലുമല്ല പള്ളികളിൽ ബാങ്ക് കൊടുക്കുന്നത് എന്നുള്ള ഒരു ദുഃഖകരമായ ഒരു വാർത്തയും ഇതോടൊപ്പം. അവരൊക്കെ അത് പഠിക്കണം. നന്നായി പഠിച്ചു വരുമ്പോഴാണ് ജനങ്ങൾ ഇത് നമ്മൾ അറിയില്ലേ. കുട്ടികള്, ഞാൻ ചെറുപ്പക്കാരെയാണ് ഇവിടെ ഉദ്ദേശിച്ചു വന്നത്. പക്ഷെ ചെറുപ്പക്കാരും കുറച്ച് ഇങ്ങനെ സ്ഥിരമായിട്ട് ഈ സൂറത്തൊക്കെ എല്ലാവരും യാസീൻ എല്ലാവരും എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ്. പക്ഷെ അതിന്റെ അർത്ഥം, അതിന്റെ തഫ്സീറുകൾ, ഈ തഫ്സീറുകളൊക്കെ നോക്കി നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഒരു മാതൃകയാകുകയാണ്. തീർച്ചയായിട്ടും മാതാപിതാക്കളാണ്, രക്ഷിതാക്കളാണ് കുട്ടികൾക്ക് ഒരു മാതൃകയാകുക. ഞാൻ ചില ശാസ്ത്ര ലേഖനങ്ങൾ എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന നാച്ചുറൽ പോലുള്ള വളരെ സത്യസന്ധമായ ഒട്ടേറെ ഗവേഷകർ പ്രവൃത്തി ചെയ്യുന്ന മേഖലയിൽ ഇന്ന് പ്രസിദ്ധീകരിക്കുന്ന ശാസ്ത്ര ലേഖനങ്ങൾ വായിച്ചപ്പോൾ, ഇപ്പൊ നമ്മൾ വാട്സപ്പ് അയക്കുന്നുണ്ട്, നെറ്റിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഇന്റർനെറ്റുകളിൽ പല പല അഭ്യാസങ്ങളും നമ്മൾ കുട്ടികൾ ചെയ്യുന്നുണ്ട്. നമ്മള് പറഞ്ഞ വാക്കുകൾ, നമ്മൾ പറയുന്നതൊന്നും ഈ ഭൂമുഖത്ത് നിന്ന് നഷ്ടപ്പെടുന്നില്ല. നമ്മൾ പറയുന്നത് ഒന്നും ഈ ഭൂമുഖത്ത് നിന്ന് നഷ്ടപ്പെടുന്നില്ല. അതായത് എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. ഇപ്പൊ ക്യാമറ റെക്കോർഡ് ചെയ്യുകയാണ്. എത്രയോ കാലം കഴിഞ്ഞാലും എന്റെ ഈ പ്രസംഗം മഞ്ഞളപ്പള്ളിയിൽ നടത്തിയിരുന്ന പ്രഭാഷണം ആ ക്യാമറയിൽ ഉണ്ടാകും. നമ്മുടെ ഒരു പ്രവൃത്തിയും നഷ്ടപ്പെടുന്നില്ല. ഒരു വാക്കും ഒരു പ്രവൃത്തിയും അല്ലാഹു സ്ഥിരമായി കൃത്യമായി അത് രേഖപ്പെടുത്തി കഴിഞ്ഞു. കല്ലാ ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ. ഖുർആനിൽ പറയാണ്
നിങ്ങളുടെ ഒരു പ്രവൃത്തിയും വ്യർത്ഥമാകില്ല. അത് ഞാൻ രണ്ട്, അതായത് ദുർമാർഗികളുടെയും അതുപോലെ തന്നെ സന്മാർഗികളുടെയും വ്യത്യസ്ത സിജ്ജീൻ എന്ന് പറയുന്ന സ്ഥലത്ത് ദുർമാർഗികളുടെയും, ഞാൻ വിശദമായി പറയുന്നതിന്റെ സമയമില്ലാത്തതുകൊണ്ട് അവിടെ ശേഖരിക്കുന്നുണ്ട്. നാളെ നിങ്ങൾ ഉത്തരം പറയണം. ഇപ്പൊ നമുക്കൊക്കെ, നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളടക്കം, നമുക്കൊക്കെ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ നിയമങ്ങളെയും അള്ളാഹുവിന്റെ ഉപദേശങ്ങളെയും നമുക്കൊക്കെ തട്ടിക്കളഞ്ഞുകൊണ്ട് നമ്മുടെ അഹങ്കാരത്തോടു കൂടി ജീവിക്കാം. കുമാരനാശൻ കരുണ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു കാവ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശ്മശാനങ്ങളിലേക്ക് നോക്കുക. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ശ്മശാനങ്ങളിലേക്ക് നോക്കുക. ശ്മശാനങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഭൂമിയിൽ അഹങ്കാരം കൊണ്ട്, തൻപ്രമാണിത്വം കൊണ്ട്, സ്വേച്ഛാധിപത്യം കൊണ്ട് എന്തെല്ലാം പ്രക്രിയകൾ കാണിച്ച മനുഷ്യരവിടെ അന്തിയുറങ്ങുകയാണ്. ഇത് തന്നെയാണ് നമുക്ക് വരാൻ പോകുന്നത്. അപ്പോ നമ്മള് പ്രപഞ്ചത്തിന്റെ ഒരു പ്രവൃത്തിയും വെറുതെ ആവില്ല, അത് രേഖപ്പെടുത്തി വെക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് നമ്മുടെ മാതൃകയാണ്. സുബ്ഹാനല്ലദീ ഖലഖൽ അൽവാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർള് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഓരോരുത്തരെയും, മനുഷ്യർ മാത്രമല്ല, സസ്യജാലങ്ങൾ അതുപോലെ തന്നെ ജന്തുജാലങ്ങൾ, വേണ്ട നിർജീവമായ, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നിർജീവമായ ഭൂമിയിൽ നിന്ന് ഞാൻ വിത്തുകളെ മുളപ്പിച്ചവനാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ അപാരമായ കഴിവുകൾ, അപാരമായ ശക്തികൾ, ആ അള്ളാഹുവിന്റെ പരമകാരുണ്യത്തിൽ ഒരു പരമാണുവിൽ പോലും 2 ചോടികളുണ്ട്. ഒരു പരമാണുവില് നമ്മളൊക്കെ ആറ്റത്തിൽ സ്കൂളിലൊക്കെ കുട്ടികളെ വളരെ തെറ്റായിട്ട് നമ്മൾ അധ്യാപകർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, അതിലുള്ള ആറ്റമിക് പാർട്ടികളെ വിഭജിക്കാൻ കഴിയില്ല. ഇപ്പോ പ്രകാശത്തിന്റെ ഒരു കണികയെ പ്രകൃതിയിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതൊന്നും ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. പ്രകൃതിയിൽ നടക്കുന്ന ഒരു വലിയ പ്രതിഭാസമാണ് ഒരു പ്രകാശകണം, ഒറ്റക്കുള്ളൊരു കണം. ഇതിനെ രണ്ടാക്കുന്നു, ഒരു പ്രകാശകണത്തെ രണ്ടാക്കുകയാണ്. അപ്പൊ അല്ലാഹു പറഞ്ഞിരിക്കുന്നത്, ഇതാ ഭൂമിയിൽ ഞാൻ എല്ലാത്തിനെയും ഇണകളായി. ഇത് സത്യമായ കാര്യങ്ങളാണ്, നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടതാണ്. നമ്മളെ രക്ഷിതാക്കളാണ് ഇത് കുട്ടികളൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നിങ്ങൾ നമസ്കരിക്കില്ല, നിങ്ങൾ അള്ളാഹുവിന്റെ വഴിയെ നിങ്ങൾ സഞ്ചരിക്കില്ല, അള്ളാഹു പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ പുച്ഛമാണ്. പുച്ഛം പറഞ്ഞാൽ അവർ ജീവിക്കുന്ന ലോകം അവരറിയുന്നില്ല. അതാണ് നമ്മളാണ്, നമ്മൾ മാതൃകകളാണ്. വായിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, പുസ്തകങ്ങൾ വായിക്കുക, അതുപോലെ തന്നെ അറിവ് നേടാനുള്ള പുതിയ പുതിയ സ്രോതസ്സുകൾ ഇന്ന് ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂലോകത്ത് ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ളതാണ്. ഒരു പ്രകാശത്തിന്റെ കണവിൽ നിന്ന്, ഒരു അണുവിൽ നിന്ന് 2ആക്കി മാറ്റുകയാണ്, 2 കണങ്ങളാക്കി മാറ്റുകയാണ്. അതിന്റെ പേരൊന്നും ഞാൻ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഒക്കെ ശാസ്ത്രീയ പേരുകളാണ്. ഇനി യൂസഫ് സാർ അവിടെ വന്നിട്ട് ഞങ്ങളോട് കുറെ ശാസ്ത്രം പറഞ്ഞതൊന്നും ഞാൻ പറയുന്നില്ല. വേറെ ഇൻഷാ അല്ലാഹ് വേറൊരു വേദിയിൽ അതിനെ പറ്റിയ കുട്ടികളുമായി സംസാരിക്കുമ്പോൾ എനിക്കത് പറയാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഒറ്റ കണത്തെ പ്രകാശത്തിന്റെ, ഫോട്ടോൺ എന്നാണ് പ്രകാശം. ഇപ്പൊ പഠിക്കുന്ന സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം, ഈ ഒരു കണത്തെ അല്ലാഹു അതിനെയും പേരാക്കി സൃഷ്ടിച്ചിരിക്കുന്നു. അറിയാം അല്ലെ? നിക്കാഹെങ്കിലും ഈ ഒന്നും അറബി വായിക്കാത്ത ഒരു നിക്കാഹ് സമയത്തെങ്കിലും ആ ഒരു പദം കേൾക്കാറുള്ളതാണ്, അല്ലേ? അപ്പൊ അങ്ങനെ ഈ കണങ്ങളിൽ ഒരു കണത്തെ നാം ഭൂമിയിൽ വെക്കുക, വേറൊരു കണത്തെ നാം വേറൊരു ഗോളത്തിൽ കൊണ്ടുവയ്ക്കുക. ഈ കണത്തിൽ നിന്ന് നാം അയക്കുന്ന സന്ദേശങ്ങൾ, ഇൻഫർമേഷൻസ് അവിടെ എത്തുക, അവിടെ എത്തി. ചൈനയിൽ 2020 നടത്തിയ പത്രങ്ങളൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും, ചൈനയിൽ 2020 നടത്തിയ ചില പരീക്ഷണങ്ങൾ അങ്ങനെ നടത്തി കഴിഞ്ഞു. ജീവനുള്ള വസ്തുക്കളെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി ഗൾഫിലുള്ള വാപ്പാക്ക് നമുക്ക് അയച്ചു കൊടുക്കാം. എന്താ രസമാണോ? നമ്മുടെ ഇസ്ലാമിന്റെ ചരിത്രം, അതായത് മുഹമ്മദ് നബിക്ക് ശേഷം മാലിക് ദിനാർ AD 626 കൊടുങ്ങല്ലൂരിൽ വന്ന് ഇറങ്ങി. എന്ത് നല്ല ആ മനുഷ്യരുടെ വിശിഷ്ടമായ സ്വഭാവം, അതാണ് അറേബ്യൻ സംസ്കാരം. ഈ അറേബ്യൻ സംസ്കാരം നമുക്ക് 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറബികളും റോമക്കാരും ഒക്കെ ഇന്ത്യയിൽ വന്നിരുന്നുള്ളതാണ്. ഇന്ത്യയിൽ നല്ല സൽഭരണം നടത്തിയിരുന്ന നല്ല രാജാക്കന്മാർ,
ചേരമാൻ പെരുമാളെ പോലുള്ള രാജാക്കന്മാർ മാലിക് ദീനാറെ സ്വീകരിക്കുകയും അവർക്ക് ഇവിടെ എല്ലാ അതിന്റെ വിശേഷങ്ങളൊന്നും ഒരുപാട് ഞാൻ പള്ളികളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരെ സ്വീകരിക്കുകയും പള്ളി പണിയാൻ കൂടി, അതായത് അമ്പലത്തിന് തറക്കല്ലിട്ട ഒരു സ്ഥലത്താണ് പള്ളി പണിയാൻ കൊടുങ്ങല്ലൂർ പള്ളി പണിയാൻ സ്ഥലം കൊടുത്തത്. ഇതാണ് അങ്ങനെ ഒരു സാംസ്കാരികമായ ഒരു പൈതൃകം, ഉത്കൃഷ്ടമായ ഒരു പൈതൃകം മനുഷ്യർ തമ്മിൽ ഉണ്ടായിരുന്നതാണ്. ഇന്ന് ബന്ധങ്ങളൊക്കെ ശിഥിലമായി. ഞാനൊരു ഉമ്മയായിട്ട് സംസാരിച്ചപ്പോ കുട്ടികളുടെ അക്രമങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നീ കേൾക്കണ്ട, ഇത്ര മതി എന്ന് പറഞ്ഞു. കാരണം അത്ര ഭയാനകമായ രീതിയിൽ നമ്മുടെ കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നു. മാറിയ ലോകത്തിന്റെ ഒരു കലക്കമാണ്. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. കലങ്ങിയ വെള്ളത്തിൽ വെള്ളം കലക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മത്സ്യം പിടിക്കാൻ അവർക്ക് പോകുന്നവർക്കൊക്കെ അറിയാം, വെള്ളം കലക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മത്സ്യങ്ങൾക്ക് ഒരു എത്തും പിടുത്തം ഉണ്ടാവില്ല, ശ്വാസം മുട്ട് വരും. അതിനെന്ത് ചെയ്യണം? അതിന്റെ കറക്കങ്ങളൊക്കെ അപ്പോഴാണ് നമ്മൾ അതിനെ പിടിക്കുന്നത്. അപ്പോ ആ രീതിയിൽ കുട്ടികൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അവർക്ക് വേണ്ടതായിട്ടുള്ള ഒരു ദിശാബോധം നാം കൊടുത്താൽ തീർച്ചയായും അവർ നല്ല രീതിയിൽ വരും എന്നുള്ള കൃത്യമായ പഠനങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ പഠനങ്ങൾ, 10,000-കണക്കിന് വിദ്യാർത്ഥികളിൽ, 10,000-കണക്കിന് യുവാക്കളിൽ ഇതൊക്കെ പഠനം നടത്തി അതിന്റെ റിസൾട്ടുകൾ രേഖപ്പെടുത്തി നമ്മുടെ മുമ്പിൽ നിന്ന് നമുക്ക് ഉണ്ടെന്നുള്ള വാട്സപ്പില്, യൂട്യൂബില്, എവിടെ നമ്മൾ അന്വേഷിച്ചാലും നമുക്കന്ന് കിട്ടുന്നതാണെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമിന്റെ റനീസാൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് മാലിക് ദീനാർ ഇന്ത്യയിൽ വന്ന ശേഷം അദ്ദേഹം അവിടെ പള്ളി സ്ഥാപിച്ചു. അന്ന് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള പാരമ്പര്യമായ മദ്രസ പഠനങ്ങൾ, നമ്മളൊക്കെ നിരക്ഷരായിരുന്നു, നമുക്കൊന്നും അറിയില്ല. ആ കാലഘട്ടത്തിൽ നമുക്കൊന്നും അറിയില്ല, വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല, നമുക്കൊന്നും അറിയില്ല. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുശ്രിക്കുകളായ മനുഷ്യനോട് പറയുന്നത്, നിങ്ങൾക്ക് അക്ഷരാഭ്യാസമില്ലെങ്കിലും നിങ്ങൾ അകക്കണ്ണിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂല, സൂര്യനെ നോക്കിയാൽ, ചന്ദ്രനെ നോക്കിയാൽ, വേണ്ട ആകാശത്ത് നക്ഷത്രങ്ങളെ നോക്കിയാൽ അതിന്റെ ചലനങ്ങൾ, അതിന്റെ ദിശ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാവും. നമുക്കത് താല്പര്യമില്ല. എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുക. എന്തിനും ജീവിക്കുന്നു, നമ്മൾ എങ്ങോട്ട് പോകുന്നു, എവിടെ നിന്ന് വരുന്നു, ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു തുമ്പിടുത്തം ഉണ്ടാവില്ല. അവിടെയാണ് ഖുർആൻ പോലുള്ള വലിയ വിശിഷ്ടമായ മഹത് വചനങ്ങൾ നമ്മുടെ സാന്ത്വനത്തിനും സമാധാനത്തിനും സന്തോഷത്തിനുമായി നമ്മളെ അനുഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഞാനിവിടെ ഒന്നിട്ട് സൂറത്തുകൾ ഞാൻ പറഞ്ഞു. അപ്പോ ഇസ്ലാമിൽ റനീസാൻ നമ്മുടെ മനുഷ്യരെ പ്രബോധനം നടത്തുന്നതിന് വേണ്ടി, മനുഷ്യരിൽ വിജ്ഞാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഇരുട്ടിന്റെ അന്ധകാരം നമ്മുടെ മനസ്സിൽ നിന്ന് നീക്കി വെളിച്ചത്തിന്റെ പ്രകാശം നമ്മളെ മനസ്സിലേക്ക് വരുമ്പോൾ ഈമാൻ നമ്മുടെ മുഖത്തുണ്ടാകുന്നു. ഇതാണ് അതിന്റെ ഒരു വലിയ പ്രത്യേകത. അവരെവിടെയും സ്മാർട്ടായി. കാരണം വിശ്വാസത്തിന്റെ ആ വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ ഉറപ്പിച്ചതാണ്. പണ്ട് മുസ്ലിം ഇങ്ങനെ പറഞ്ഞു തരും. അതായത് നമ്മളെ കല്ലിമ ചെല്ലുമ്പോ അല്ലെ നിങ്ങളും മനസ്സിൽ ഉറപ്പിച്ചു തരണം. എങ്ങനെയാണ് നമുക്കത് പറ്റണത്? പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് ആ വിശ്വാസമാണ് നമ്മളെ ശക്തരായി നിലനിർത്തുന്നത്.